കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ കർത്താവ് നൽകി തന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അതിനാധാരമായിട്ട് സ്തോത്രം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം തുടങ്ങി ഹല്ലേലൂയ 21-ാമത്തെ വാക്യം വരെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വായിക്കാം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. 21-ാമത്തെ വചനം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയോളം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ 20-21 വചനം വിശ്വാസത്തോടു കൂടി നമുക്ക് വായിക്കാം. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എത്ര പേർ കൈ ഉയർത്തി പറയും ആമേൻ? ഹല്ലേലൂയ. എത്ര പേർ ഒരിക്കൽ കൂടെ പറയും ആമേൻ? ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ആമേൻ. ഇവിടെ നമ്മൾ 14-ാമത്തെ വചനത്തിൽ നമ്മൾ ഒരു കാര്യം വായിച്ചു ദൈവമക്കളെ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിലും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു എന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്ന അനേക കാര്യങ്ങളുണ്ട്. സ്തോത്രം. അതിൻ്റെ 14-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അത് നിമിത്തം. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരിക്കൽ ചേർന്ന് പറയാമോ? അത് നിമിത്തം. ആമേൻ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി പറ, അത് നിമിത്തം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആ നിമിത്തം അത് എന്താണെന്ന് നമ്മൾ അറിയണം. ആമേൻ. സ്തോത്രം. അറിയാൻ ഇഷ്ടമുണ്ടോ? കുറച്ച് സമയം നമ്മൾ വചനം പഠിച്ചിട്ട് പിന്നെ ആത്മികമായ ആ ഒരു ദൈവിക വചനത്തിൻ്റെ വിടുതലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവമക്കളെ. ഹല്ലേലൂയ. എഫേസ്യ ലേഖനം എന്ന് പറയുന്നത് ഹല്ലേലൂയ പുതിയ നിയമത്തിൽ 21 ലേഖനങ്ങളുണ്ട്. ആ 21 ലേഖനങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ അതിൽ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. അതിൽ വിശേഷമായിട്ട് 4 ലേഖനങ്ങൾ അതിനെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്ന് പറയുന്നു. അതിലൊന്ന് എഫേസ്യ, ഫിലിപ്പ്യ, കൊലോസ്യ, ഫിലോമോൻ. ഈ 4 ലേഖനങ്ങൾ ആമേൻ അപ്പോസ്തലനായ പൗലോസ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ നമ്മളെപ്പോലെ ഹല്ലേലൂയ സുഖമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയതല്ല. അവൻ കാരാഗ്രഹത്തിൽ എന്ന് പറഞ്ഞാൽ തടവറയിൽ ദൈവവചനത്തിന് വേണ്ടി ബന്ധിക്കപ്പെട്ടവനായി ചങ്ങല ധരിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും വേണ്ടി എഴുതുന്ന ദൈവിക മർമ്മങ്ങളെയാണ് ഈ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. സ്തോത്രം. അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ എഫേസ്യ ലേഖനത്തെ ദൈവവചനത്തിൽ ലേഖനങ്ങളുടെ കിരീടമെന്ന് വിളിക്കപ്പെടുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഇതിനകത്ത് അനേക ദൈവമക്കൾ അറിയേണ്ട അനേക ദൈവിക മർമ്മങ്ങൾ ദൈവം നമുക്ക് മറച്ചു വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. സ്തോത്രം. ആ വചനത്തിൽ 1-ാമത്തെ അധ്യായത്തിലും 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ നമ്മളിപ്പോൾ വായിച്ച ദൈവവചനത്തിന്റെ മർമ്മം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് 1-ാം 2-ാം അധ്യായത്തിൽ എന്താണ് അത് നിമിത്തമെന്ന് പറയുമ്പോൾ ഏത് നിമിത്തമെന്ന് നമ്മൾ അറിയണം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിന് ദൈവം ഹല്ലേലൂയ ദൈവികമായ മർമ്മം വെളിപ്പെടുത്തി കൊടുക്കുക. അതുവരെയും ഇത് ആർക്കും ഹല്ലേലൂയ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല.
കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ അബ്രഹാം ഉണ്ടായിരുന്നു, ഈസാക്ക് ഉണ്ടായിരുന്നു, യോസഫ് ഉണ്ടായിരുന്നു, മോശ ഉണ്ടായിരുന്നു, പഴയ നിയമ അനേക ഭക്തന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സഭയെന്ന മർമ്മം ദൈവം വെളിപ്പെടുത്തി കൊടുത്ത അഭിഷക്തനായ ദൈവദാസനാണ് പൗലോസ്. ഹല്ലേലൂയ. ആ പൗലോസിനെ കൊണ്ട് ദൈവം ഈ ലേഖനം എഴുതിക്കുമ്പോൾ പറയുന്നു, എഫേസോസിലുള്ള സകല ഹല്ലേലൂയ ദൈവജനത്തിനു വേണ്ടി എഴുതുന്നതും എന്ന് പറഞ്ഞിട്ട് പറയുക, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്കും കൂടെ ഞാൻ ഇത് എഴുതുന്നു എന്ന്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത് വെറും ഹല്ലേലൂയ എഫേസ്യയിലുള്ള ദൈവമക്കൾക്ക് മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എനിക്ക് നിങ്ങൾക്കും കൂടെ ഇതിനകത്ത് ആമേൻ സ്തോത്രം എന്തുണ്ട്? ബാധ്യതയുണ്ട്. ഹല്ലേലൂയ. നാം ഇതിന് അവകാശികളാ. സ്തോത്രം. ഈ വചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യങ്ങളെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഓരോ വിടുതലും എനിക്ക് നിങ്ങൾക്കും ദൈവം ഓൾറെഡി ഹല്ലേലൂയ ആമേൻ നൽകി തന്നിരിക്കുന്നു എന്ന് നമ്മൾ സത്യം തിരിച്ചറിയണം ദൈവമക്കളെ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. അതിനായി നമ്മുടെ ചെവികളെ തുറക്കാം, അതിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. 3-ാമത്തെ അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ അതിന്റെ സത്യം നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് പൗലോസ് എന്നെ ഇവിടെ പറയുന്ന സ്തോത്രം അല്ലെ ആ വാക്യം 1-ാമത്തെ അധ്യായം ആരെങ്കിലും ഒന്ന് വായിച്ചേ. 1:1 തുടങ്ങി 3-ാമത്തെ വചനം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം. ഇത് എന്തിനാ നൽകിയിരിക്കുന്നേ? അല്ലല്ലോ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. എത്ര പേർ ഈ വചനം ഏറ്റെടുക്കാൻ തയ്യാറാ? അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവം ചില അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. അത് ആരിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തുക? അല്ലെങ്കിൽ പൗലോസിൽ കൂടെ വെളിപ്പെടുത്തുക. അവൻ പറയുക, സ്വർഗത്തിലെ 1 2 ആമേൻ സ്തോത്രം അല്ലെങ്കിൽ സകലവിധമായ ആത്മീക അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തുറന്നു തന്നിരിക്കുക. അതെന്താണെന്ന് ആമേൻ നമ്മൾ ഒന്ന് ഓടിച്ച് പറയാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, ഇതിനെ നമ്മളെ തിരഞ്ഞെടുത്ത് നാം അവന്റെ സന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു. 1-ാമത്തെ അനുഗ്രഹം, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എത്ര പേർക്ക് പറയാൻ കഴിയും? ധൈര്യത്തോടെ പറയാൻ കഴിയും, അല്ലെങ്കിൽ എന്റെ തിരഞ്ഞെടുപ്പ് സാധാരണമായ തിരഞ്ഞെടുപ്പല്ല, എന്റെ തിരഞ്ഞെടുപ്പ് ഒരു അസാധാരണമായ തിരഞ്ഞെടുപ്പ്. ഹല്ലേലൂയ. ആ ഒരു ദൈവിക ആമേൻ സ്തോത്രം മർമ്മം മനസ്സിലായ ദൈവമക്കൾ, ഹല്ലേലൂയ, എന്തിനാ നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ. നമ്മുടെ ഹൃദയത്തെ തന്നെ തൊട്ട് പറ, എന്നെ ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ തിരഞ്ഞെടുത്തത് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധരായിരിക്കാൻ, നിഷ്കളങ്കരായിരിക്കാൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് സാധാരണമായതല്ല ദൈവമക്കളെ. നമ്മുടെ തിരഞ്ഞെടുപ്പ് അസാധാരണമായതൊന്നാണ്. ദൈവത്തിന്റെ വചനത്തില് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ആമേൻ. 2-ാമത്തെ വചനത്തിൽ പറയുന്നു, അല്ലെ ക്രിസ്തേശു മുഖാന്തരം നമ്മളെ ദത്തെടുത്തിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം. നമുക്കറിയാം, ആമേൻ സ്തോത്രം, നമുക്കുള്ളതെല്ലാം കൊടുത്തിട്ട ഒരു വ്യക്തിയെ, ഒരു കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കേണ്ടത്. ചുമ്മാതാരും ദത്തെടുക്കാൻ വിടത്തില്ല. ആമേൻ. ഇന്നത്തെ നമ്മുടെ നിയമ ലോ പോലും അതിന് അനുവദിക്കത്തില്ല. നമുക്കുള്ളതെല്ലാം കൊടുത്തിട്ട് ഒരു വ്യക്തിയെ, ഒരു കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കാൻ പറ്റുള്ളൂ. അത് അല്ലല്ലോ, കാലാകാലങ്ങൾക്ക് മുൻപേ കർത്താവായ ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മളെ ക്രിസ്തയേശുവിൽ എന്ത് ചെയ്തിരിക്കുക? ദത്തെടുത്തിരിക്കുക. ഹല്ലേലൂയ. ചുമ്മാതെ ദത്തെടുത്തതല്ല, കർത്താവിനുള്ളതെല്ലാം നിനക്കുള്ളതെന്ന് പറഞ്ഞിട്ട് ദൈവം എന്നെ നിങ്ങളെയും ദത്തെടുത്തിരിക്കുന്നു. ആ പദവിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം പ്രവേശിച്ചു എന്ന് ഉറപ്പുള്ള ദൈവമക്കൾ, വിശ്വാസമുള്ള ദൈവമക്കൾ, ധൈര്യമുള്ള ദൈവമക്കൾ, ആ പ്രവേശനത്തിനായി നിങ്ങളുടെ കൈകളെ അടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ, ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെ പറയുന്നു, അവനിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തു യേശുവിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്തുണ്ട്? വീണ്ടെടുപ്പ്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലല്ലോ, വില കൊടുത്തിട്ട് നമ്മെ വാങ്ങിച്ചു. ആമേൻ സ്തോത്രം. എന്താ നമുക്ക് പകരം വില കൊടുത്തത്? യേശുവിന്റെ രക്തം കൊടുത്തിട്ട് നമ്മളെ വിലക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ യേശുവിന്റെ രക്തം കൊടുത്ത് എന്നെ വിലക്ക് വാങ്ങിയ
പിശാച് ഭയക്കും. ഹല്ലേലൂയ. നിന്നെ കണ്ടാൽ പിശാച് ഓടിപ്പോകും. നിന്നെ കണ്ടാൽ ഹല്ലേലൂയ പിശാചിന് ഒന്നും പറയാൻ കഴിയത്തില്ല. അവൻ നിന്നെ നോക്കുമ്പോൾ പറയാൻ കഴിയുന്നത് ഒന്ന്, അവനും അവനുള്ളതിനും അവനുള്ള സകലത്തിന്മേലും നീ വേലി കെട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏത് വേലിയാ? യേശുവിന്റെ രക്തത്തിന്റെ വേലി. ഇതെല്ലാവർക്കും ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ല. സഭ എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും. ഈ നമ്മളെ ആരാണെന്ന് പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാ. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കേണ്ടതിന് കാലസമ്പൂർണ്ണതയെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നു, നമുക്ക് അവകാശം പ്രാപിച്ചു എന്ന്. സ്തോത്രം. നമുക്ക് എന്നാ പ്രാപിച്ചു? അവകാശം പ്രാപിച്ചവരാ നമ്മൾ. സ്തോത്രം. അവകാശം പ്രാപിച്ചവരാ നമ്മൾ. ആമേൻ. അത് പറഞ്ഞപ്പോൾ ആൾക്ക് സന്തോഷമില്ലാന്ന് തോന്നുന്നു. ഹല്ലേലൂയ. രോഗസൗഖ്യം പ്രാപിക്കാൻ അവകാശം പ്രാപിച്ചവരാ നമ്മൾ. വിടുതൽ പ്രാപിക്കാൻ അവകാശം പ്രാപിച്ചവരാ നമ്മൾ. സൗഖ്യം പ്രാപിക്കാൻ അവകാശം പ്രാപിച്ചവരാ നമ്മൾ. സമാധാനം അനുഭവിക്കാൻ അവകാശം പ്രാപിച്ചവരാ നമ്മൾ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ഇന്ന് പകൽക്കാലം ദൈവവചനത്തെ ഡിക്ലെയർ ചെയ്ത് പറയും, യേശുവിന്റെ നാമത്തിൽ ഞാൻ സാധാരണ വ്യക്തിയല്ല, അല്ലല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അവകാശം പ്രാപിച്ചവൻ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഞാൻ ദത്തെടുക്കപ്പെട്ടവൻ, വിമോചിക്കപ്പെട്ടവൻ. അത് മാത്രമല്ല, തൻ്റെ നമ്മുടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. സ്തോത്രം. നോക്കിക്കേ, നമ്മുടെ ദൈവം ഓർഡറുള്ള ദൈവമാണ്. നമ്മുടെ ദൈവം ക്രമമുള്ള ദൈവമാണ്. ആമേൻ. എത്ര പേർ അത് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. Our God is a God of order. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ഒന്നും അവൻ മറന്നു പോകത്തില്ല. ഒന്നും അവൻ മറന്നു പോകത്തില്ല. നീ ഭൂമിയിൽ ബലഹീനമാണെന്ന് കർത്താവിന് അറിയാം. ഹല്ലേലൂയ. നിന്റെ ശക്തി കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. നിന്റെ ബലം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് ദൈവത്തിന് അറിഞ്ഞിട്ട് ആ പരിശുദ്ധാത്മാവിനാൽ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുക? മുദ്രയിട്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മേൽ വീണിരിക്കുന്ന മുദ്ര അത് സാധാരണമായ മുദ്രയല്ല ദൈവമക്കളെ, അത് പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ മുദ്രയാണ്. രണ്ടാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഹല്ലേലൂയ. വേഗം ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആമേൻ. സ്തോത്രം. അത് പാപത്തിൽ നിന്ന് നമ്മളെ ഉയർപ്പിച്ചു. അതിക്രമങ്ങൾ നമ്മളെ ഉയർപ്പിച്ചു. വിശ്വസിക്കുന്നോ? സഭ വിശ്വസിക്കുന്നോ? ഇനി നീ പാപം ചെയ്ത, ഇത് നീ അതിക്രമം ചെയ്ത, ഹല്ലേലൂയ, എന്താ? ക്രിസ്തുവിനെ പിന്നെ ക്രൂശിക്കുന്നവരായി നമ്മൾ മാറും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓൾറെഡി ക്രിസ്തു നമ്മളെ എന്തിനു വേണ്ടി ഉയർപ്പിച്ചു? അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മളെ ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസമുള്ള ദൈവമക്കൾ, ഇത് നിന്റെ സഭയെന്ന ശരീരത്തെ കർത്താവിന്റെ അവയവങ്ങളാക്കി ദൈവം മാറ്റിയിരിക്കുന്നുവെങ്കിൽ ഈ ശരീരം കൊണ്ട് പാപം ചെയ്യുവാൻ, അതിക്രമം ചെയ്യുവാൻ നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. ദൈവത്തിന്റെ മർമ്മമാ. എന്നെ നിങ്ങളെ ജീവനുള്ളവരായി മാറ്റുന്ന വചനമാ. ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ ദൈവം തന്നിരിക്കുന്ന വചനമാ. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളെ കുറിച്ച് ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ പ്ലാൻ, ദൈവത്തിന്റെ പദ്ധതി ദൈവം ഹല്ലേലൂയ വെളിപ്പെടുത്തിയിരിക്കുന്നതായി ഇവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് താഴോട്ട് വരുമ്പോൾ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു, ക്രിസ്തു യേശുവിൽ നമ്മോടുള്ള അവന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോട് കൂടെ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. ജീവിപ്പിച്ചു, ഉയർത്തെഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ദത്തെടുത്തു, പിന്നെന്നാ? ഹല്ലേലൂയ. തിരഞ്ഞെടുത്തു, ദത്തെടുത്തു, പുത്രത്വം തന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവകാശം പ്രാപിച്ചു, വീണ്ടെടുപ്പ് പ്രാപിച്ചു, ജീവിപ്പിച്ചു. ಈಗ നമ്മളെ ഉയർപ്പിക്കുക. സ്തോത്രം. ദൈവം നമ്മളെ പടിപടിയായി ഉയർത്തിക്കൊണ്ടു പോകുക. എന്തിനാ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി മാറ്റുന്ന ദൈവകൃപയ്ക്കായി നമുക്ക് ഇന്ന് പകൽക്കാലം കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം.
ഉയർപ്പിച്ചിട്ട് അവൻ നമ്മെ ചുമ്മാതെ വിട്ടില്ല ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നിന്ന് നമുക്കൊരു രക്ഷ തന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അത് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, അവന്റെ കൈപ്പണിക്കായി സൽപ്രവർത്തികളായിട്ട് ക്രിസ്തുയേശുവിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാം വളരെ അർത്ഥമുള്ള കാര്യങ്ങളാണ്. ഓരോന്നും ഹല്ലേലൂയ ഒരു സബ്ജക്റ്റുകളായി എടുത്ത് പഠിച്ച് ആമേൻ ഹല്ലേലൂയ ദൈവവചനം വിളമ്പേണ്ടുന്ന വചനമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ ആമേൻ. നാം ചെയ്തു പോരേണ്ടത് എന്തെന്ന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. സ്തോത്രം. അതുപോലെ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ കാണുന്നു, ഹല്ലേലൂയ, ക്രിസ്തു യേശുവിൽ കൂടെ നമുക്ക് ദൈവം സമാധാനം തന്നു. ആമേൻ. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ദൈവം എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മളെ ഹല്ലേലൂയ ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിച്ചത് തന്നെ അവൻ വന്ന് ദൂരസ്ഥരായിരുന്ന നമ്മളെ സമീപസ്ഥരാക്കി. ഹല്ലേലൂയ. ദൂരസ്ഥരായിരുന്ന നമ്മളെ എന്താക്കി? സമീപസ്ഥരാക്കി. ഇപ്പൊ നമ്മുടെ കൂടെ ആരുണ്ട്? യേശു കർത്താവുണ്ട്. നമ്മൾ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട്. നമുക്കാരുണ്ട്? ഒരപ്പനുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെയുള്ള അനേക പദവികളെ തന്ന ദൈവം നമ്മളെ ക്രമേണ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്ര. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, നോക്ക് ദൈവമക്കളെ, അതിന് 2:13 വചനം, നിങ്ങളിനി അന്യരും പരദേശികളുമല്ല, വിശ്വസ്തന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. സ്തോത്ര. നമ്മളെ ഇതെല്ലാം ചെയ്ത് കൊണ്ടുവന്ന എന്തിനാ? നമുക്കൊരു ഭവനമാക്കാൻ, നമ്മളെ ഒരു ഭവനമാക്കാൻ. ഏത് ഭവനം? ദൈവത്തിന്റെ ഭവനമാക്കാൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറ, ഹല്ലേലൂയ, നന്ദി കർത്താവേ, നിന്റെ ഭവനമായി ഹല്ലേലൂയ നീ എന്നെ സ്വീകരിച്ചത് കൊണ്ട് സ്തോത്രം. നിന്റെ ഭവനമായി നീ എന്നെ അംഗീകരിച്ചത് കൊണ്ട് സ്തോത്രം. നിന്റെ ഭവനമായി നീ എന്നെ കണ്ടത് കൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭവനത്തിന്റെ മൂലക്കൽ ആര് അറിയാമോ? ഈ ഭവനത്തിന്റെ മൂലക്കൽ ആരാന്നറിയാവോ? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ. ആമേൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറ. അല്ലെങ്കിൽ നിന്റെ ഭവനം നശിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല. കാരണം നിന്റെ ഭവനത്തിന്റെ മൂലക്കല്ലാരാ? കർത്താവായ യേശു ക്രിസ്തു. അവൻ തോറ്റവനല്ല, അവൻ ജയിച്ചവനാണ്. അവൻ പിശാചിന്റെ പദ്ധതികളെ തകർത്തവനാണ്. ക്രൂശിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവന്റെ എല്ലാ ആയുധങ്ങളെയും നിരായുധവർഗം വെപ്പിച്ച് നമുക്ക് വേണ്ടി ജയത്തെ ആഘോഷിച്ച ദൈവം എന്ന് പറയുക. നിന്റെ ഭവനത്തിന്റെ മൂലക്കല്ല് ഞാനാന്ന്. നിന്റെ ഭവനത്തിനകത്ത് കയറി ചെന്നിട്ട് പറയണം, ഈ ഭവനത്തിന്റെ മൂലക്കല്ല് എന്റെ ക്രിസ്തുവാ. അല്ലല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ നോക്കി പറയ്, എന്റെ കുടുംബത്തിന്റെ മൂലക്കൽ ക്രിസ്തുവാ. നിന്റെ മക്കളെ നോക്കി പറ, ഈ ഭവനത്തിനകത്തുള്ളതിനെല്ലാത്തിനും അവകാശി എന്റെ ക്രിസ്തുവാണ്. തോറ്റു പോകേണ്ട ദൈവമക്കളെ, നിന്നെ തോക്കാൻ വിളിച്ചതല്ല. എന്റെ ദൈവം നിന്നെ ജയശാലിയാക്കാൻ വിളിച്ചതാ, നിന്നെ ജയാളിയാക്കുവാൻ വിളിച്ചതാ. അതുകൊണ്ട് സ്തോത്രം. നിന്റെ ഭവനത്തിന്റെ മൂലക്കല്ല് ക്രിസ്തുവാ. ഹല്ലേലൂയ. ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിലാണ് പണിയുന്നത്. ഈ മൂലക്കല്ലിട്ടിട്ട് ദൈവം അവിടെ നിർത്തുന്നവനല്ല. ഈ ഭവനത്തിനൊരു പണിയുണ്ട്. അതെന്താ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഇവരുടെ ജോലി എന്താ? സ്തോത്രം. ഹല്ലേലൂയ. പ്രവാചകന്മാർ ആരാ? ദൈവത്തിനും മനുഷ്യർക്കും മധ്യം നിൽക്കുന്നവൻ. ദൈവത്തിന്റെ ശബ്ദം, ഹല്ലേലൂയ സ്തോത്രം, ദൈവം കൊടുക്കുന്ന ആലോചനകൾ, ദൈവം കൊടുക്കുന്ന ഉപദേശങ്ങൾ, അത് മനുഷ്യരുടെ ഭാഷയിൽ മനുഷ്യരുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നവൻ ആ പ്രവാചകൻ. ആമേൻ. ആ പ്രവചന ശബ്ദത്തിന് ചെവി കൊടുക്കണം. അതിനെ മറുതലിക്കരുത്. അല്ലല്ലോ, എന്നോട് എതിർത്ത് നിൽക്കരുത്. ഇത് ദൈവമല്ല പറഞ്ഞെന്ന് നീ പറയരുത്. ദൈവത്തിന്റെ വചനം 1 പത്രോസിൽ പറയുന്നു, പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. നല്ലത് മുറുകെ പിടിക്കാന്ന ദൈവം പറഞ്ഞിരിക്കുന്നത്. പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, പ്രവാചകന്മാരെ തുച്ഛീകരിക്കരുത്. പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നീ നിന്നാൽ ഈ ഭൂമിയിലെ സ്വർഗത്തിൽ നിനക്ക് ക്ഷമയില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഭവനമാണോ നാം? ദൈവത്തിന്റെ ഭവനമാണോ? ഇതിന്റെ മൂലക്കല്ലാരാ? ക്രിസ്തു. ക്രിസ്തു ആണെങ്കിൽ എന്ത് ചെയ്യുവൻ?
പണിയും. ഹല്ലേലൂയ. ഏതാ പണി നടത്തുന്നവരാരാ? അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന അപ്പോസ്തലന്മാർക്കായി സ്തോത്രം, പ്രവാചകന്മാർക്കായി സ്തോത്രം. അവരുടെ ശബ്ദം ഞങ്ങൾ കേട്ട് നടക്കും, അവരുടെ ഉപദേശം ഞങ്ങൾ കേട്ട് നടക്കും, അവർ പറയുന്നത് ഞങ്ങൾ അനുസരിക്കും, അവർക്ക് വിരോധമായി ഞങ്ങൾ എഴുന്നേൽക്കയില്ല. എത്ര പേർക്കെന്ന് പറയാൻ പറ്റും? ഇത് പൗലോസിന് ദൈവം കൊടുത്ത മർമ്മമാ ദൈവമക്കളെ. അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും മറുതലിക്കുന്ന ഒരു തലമുറയിലാണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഓർത്തോ, നിന്റെ കുടുംബത്തിൽ ഒരു പണി നടക്കണമെങ്കിൽ, നിന്റെ ഭവനം പണിയപ്പെടണമെങ്കിൽ, നിന്റെ ഭവനം ഇന്നതുപോലെ ഇരിക്കുന്നതല്ല, നാളെ അത് വളരണമെങ്കിൽ നീ അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും അവരുടെ വാക്കുകളെ ശ്രദ്ധ വെച്ച് കേൾക്കണം. വിശ്വസിക്കുന്നോ? വിശ്വസിക്കുന്നോ? അല്ലല്ലോ, ദൈവത്തിന്റെ വചനത്തിന് ശക്തിയുണ്ട്. അത് നമ്മെ ശുദ്ധീകരിക്കും, അത് നമ്മുടെ അകത്ത് ജീവൻ പകരും. ഹല്ലേലൂയ. ആ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ താഴോട്ട് വരുന്ന വചനത്തിൽ ഇങ്ങനെ പറയുന്നു, സ്തോത്രം ഒന്ന് വായിച്ചേട്ടെ. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അത് പിന്നെ ആ ഭവനത്തെ ദൈവം എന്താക്കി? കെട്ടിടമാക്കി. ആമേൻ ജീസസ്. ആമേൻ. എന്താക്കി? കെട്ടിടം എന്ന് പറഞ്ഞാൽ എന്താ? പല മുറികള്, ആമേൻ സ്തോത്രം, പല റൂമുകളുള്ള, ആമേൻ, ഒരു കെട്ടിടമാക്കി ദൈവം അതിനെ മാറ്റി. എന്തിനാ അതിനെ മാറ്റിയത്? സ്തോത്രം വായിച്ചേട്ട് സിസ്റ്റർ. കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവം ഈ പണിയുന്ന ഭവനം എന്തിനാണെന്നറിയാവോ? ദൈവത്തിന് വിശുദ്ധ മന്ദിരമാകണം. സ്തോത്രം. ഹല്ലേലൂയ. കൈകളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. അപ്പൊ നിങ്ങൾ ഞാനും ആരാ? ദൈവത്തിന് വിശുദ്ധ മന്ദിരമാ. ആണോ? ആണോ? നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണോ? നമ്മുടെ ശരീരം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണോ? നമ്മൾ പാർക്കുന്ന ഭവനം ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരമാണോ? അല്ലെങ്കിൽ നമ്മൾ വിശുദ്ധ മന്ദിരമാണെങ്കിൽ ദൈവത്തിന്റെ വചനം അടുത്ത വചനത്തിൽ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, അവൻ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിയുന്നു. സ്തോത്രം. ഭവനം കഴിഞ്ഞു, കെട്ടിടം കഴിഞ്ഞു, ഇപ്പോൾ ദൈവത്തിന്റെ മന്ദിരമായി മാറി. ഇപ്പോൾ അടുത്ത എന്താ? ദൈവത്തിന്റെ നിവാസം എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലം. ഓ ഹല്ലേലൂയ. അനേകർക്ക് സന്തോഷമായില്ല. നിന്റെ അകത്ത് എന്തുണ്ട്? ദൈവം വസിക്കുന്ന മന്ദിരമാ, ദൈവം വസിക്കുന്ന നിവാസമാ. ഇതിന് പിശാചിനുള്ളതല്ല, ഇത് രോഗത്തിനുള്ളതല്ല, ഇത് ശാപത്തിനുള്ളതല്ല, ഇത് നിന്ദയ്ക്കുള്ളതല്ല, ഇത് അപമാനത്തിനുള്ളതല്ല, ഇത് കഷ്ടത്തിനുള്ളതല്ല, ദൈവഹിതമില്ലാത്തതിനുള്ളതല്ല. ഇത് ദൈവത്തിന്റെ നിവാസമാ. അങ്ങനെയാണ് ഈ നിവാസത്തിൽ എന്ത് നടക്കണം? ഈ നിവാസത്തിൽ എന്ത് നടക്കണം? യാഗം നടക്കണം. ആമേൻ. ഈ നിവാസത്തിൽ എന്ത് നടക്കണം? യാഗം നടക്കണം. നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ടോ ദൈവമക്കളെ? ആഴ്ച സൺഡേ ഒരു ദിവസം മാത്രമേ നടക്കുന്നുള്ളൂ. ഹല്ലേലൂയ. 24 മണിക്കൂറും ഇതിനകത്തുള്ള തീ അണയുവാൻ പ്രമാണമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മർമ്മം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നീ സ്തുതിക്കുന്നത് ഒരുപക്ഷെ നിന്റെ അടുത്തിരിക്കുന്നവർക്ക് ഇഷ്ടമല്ലായിരിക്കാം, നീ കൈയടിക്കുന്നത് നിന്റെ അടുത്തിരിക്കുന്നവർക്ക് ഇഷ്ടമല്ലായിരിക്കാം, നീ പ്രാർത്ഥിക്കുന്നത് നിന്റെ അടുത്തിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ഇഷ്ടമല്ലായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ മന്ദിരമെന്ന് നിനക്ക് മനസ്സിലായാൽ നീ ആ മന്ദിരത്തെ എന്ത് ചെയ്യണം? പണിഞ്ഞുകൊണ്ടിരിക്കണം, 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 പണിഞ്ഞുകൊണ്ടിരിക്കണം. എത്ര പേർ പറയും ഹല്ലേലൂയ? ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷം കഴിയുന്തോറും എന്റെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുക. ബാക്കിയൊന്ന് വായിച്ചേ സിസ്റ്റർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. ആമേൻ. അങ്ങനെയാണ്. പണി നിന്നില്ല, പണി ഇനിയും പൂർത്തിയായില്ലെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ടിരിക്കുക? ദൈവം പണിഞ്ഞോണ്ടിരിക്കുക, പണിഞ്ഞോണ്ടിരിക്കുക, പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാമോ, എന്റെ ഭവനത്തിന്റെ പണി ഇനിയും പൂർത്തിയായിട്ടില്ല, അത് നടന്നുകൊണ്ടിരിക്കുക.
അത് നടക്കാൻ എന്ത് വേണം? ഹല്ലേലൂയ, നാം ആരാന്ന് നാം മനസ്സിലാക്കണം. നമ്മെ തിരഞ്ഞെടുത്തത് എവിടുന്നാന്ന് മനസ്സിലാക്കണം. നമ്മെ വിളിച്ചത് എന്തിനാന്ന് മനസ്സിലാക്കണം. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അധികാരം എന്തെന്ന് നാം മനസ്സിലാക്കണം. നമ്മളെ മുദ്രയിട്ടിരിക്കുന്നത് എന്തിനാണെന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവം പണിത് വരുന്നു, അല്ല, ദൈവത്തിന്റെ നിവാസ സ്ഥാനമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിയുന്നു. മാനുഷികമായി ഇത് പറ്റത്തില്ല. മാനുഷികമായിട്ട് ഇത് പണിയാൻ പറ്റുന്നതല്ല. ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ വചനം അല്ലല്ലോ, എന്റെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു പോകുമ്പോൾ അതിനാ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ അല്ലല്ല നഗരത്തിൽ കാത്തിരുന്ന് പിതാവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എത്ര പേർ ആത്മാവിൽ പണിയാൻ നടത്തണം? ആത്മാവിൽ പണി നടത്തണം. നിന്റെ ഭവനത്തിന്റെ പണി എങ്ങനെ നടത്തണം? ആത്മാവിൽ നടത്തണം, ജഡത്തിലല്ല. ജഡത്തിലല്ല, ഈ ലോകമോഹങ്ങൾക്കനുസരിച്ചല്ല. ആമേൻ, നിന്റെ ഇഷ്ടത്തിനല്ലത് പണിയേണ്ടത്. ഈ ആത്മാവിൽ ഒരു പണി നടക്കണം. എത്ര പേർ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിൽ പണി നടക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ആത്മാവുള്ളവനെല്ലാം തിരിച്ചറിയുവാൻ ദൈവം വരം നൽകിയിട്ടുണ്ട്. ആത്മാവിന് നല്ലതേതാണ് ചീയതേതാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ആത്മാവുള്ളവന് അല്ലല്ലേ വെളിച്ചമേതാ സത്യമേതാന്ന് മനസ്സിലാക്കാം. ആത്മാവിനുള്ളവൻ ഇരുട്ടും വെളിച്ചവും എന്താണെന്ന് അവൻ അറിയാം. ആത്മാവിൽ ഒരു പണി നടക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, ഹല്ലേലൂയ, അങ്ങനെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് എന്നാ ഉണ്ടാകുന്നേ? ശക്തി. ഹല്ലേലൂയ, എല്ലാരും ചേർന്ന് പറഞ്ഞിട്ട് ശക്തി. എന്തിനാ? ഇതുവരെ ചെയ്യാത്തത് ചെയ്യുവാൻ ദൈവം ഒരു പുതിയ ബലം നമ്മുടെ മേൽ പകരുക. അത് മാനുഷികമായ ബലമല്ല, പരിശുദ്ധാത്മാവിന്റെ ബലം. ഹല്ലേലൂയ. മലയാളം സർവീസ് ഓരോ കുടുംബങ്ങളെ ആത്മാവിൽ പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ആത്മാവിന്റെ പണിക്കായിട്ട് ഏൽപ്പിച്ചു കൊടുത്താട്ട്, ആത്മാവ് നിന്നിൽ സഞ്ചരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ആത്മാവ് നിന്നിൽ ഇറങ്ങി വരുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ട്, ആത്മാവിന്റെ ഉപദേശത്തിന് ചെവി കൊടുക്കുവാൻ നിന്റെ ചെവിയെ ചായ്ക്കാട്ട്, ആത്മാവ് തരുന്ന കൽപ്പനകളെ അനുസരിക്കുവാൻ നീ ഏൽപ്പിച്ചു കൊടുത്താട്ട്. അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പൗലോസ് പറയാ, ഇത് നിമിത്തം. ആമേൻ, ഹല്ലേലൂയ. എന്ത് നിമിത്തം? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിമിത്തം. മനസ്സിലായോ? മനസ്സിലായോ? സ്തോത്രം, ഹല്ലേലൂയ. ഇത് നിമിത്തം ഞാൻ എന്ത് ചെയ്യുന്നു? സ്വർഗത്തിലും ഭൂമിയിലും ഹല്ലേലൂയ പേര് വരുവാൻ. ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. പൗലോസ് ഇപ്പോൾ ആരാധന യാഗം തുടങ്ങുക. എന്തുവാ? ഭവനം പണി കഴിഞ്ഞില്ല, പണിതുകൊണ്ടിരിക്കുക. ഈ ഭവനത്തിനകത്ത് എന്ത് വേണം? യാഗം നടക്കണം. ആ യാഗത്തിന്റെ ആദ്യത്തെ വിഷയം എന്തുവാ? സ്തോത്രം, അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അനുഭവം. ഹല്ലേലൂയ. മുട്ടുകുത്തി ആരാധിക്കുന്ന അനുഭവം. ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ ഞാൻ ഒന്നുമില്ല കർത്താവേ എന്ന് താഴ്ത്തിക്കൊടുക്കുന്ന സ്ഥലമാ യാഗം നടക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. എത്ര പേർക്ക് കൈ ഉയർത്തി സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലും പേർ വരുവാൻ കാരണമായ. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ പേർ തന്നു ദൈവം. തന്നോ? 1, 2 അധ്യായത്തിൽ അനേക പേരുകൾ ദൈവം നമുക്ക് തന്നു. ഇനി ഭൂമി ഇരിക്കുന്നുവെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലും ദൈവം നമുക്കൊരു പേർ തരണം. എത്ര പേർ ആഗ്രഹിക്കുന്നു? എനിക്കൊരു പേർ വേണം, ഒരു നല്ല പേർ വേണം. ഹല്ലേലൂയ. എന്താ? ദൈവത്തെ ആബേൽ ആരാധിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന, ഹല്ലേലൂയ, പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് മാറണമെന്നുള്ള പേര് എത്ര പേർ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ദാവീദ് ദൈവത്തെ ആരാധിച്ചതുപോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന വീരനായി ഞാൻ മാറണമെന്നത് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു? വിശ്വാസ വീരനായി നിന്ന അബ്രഹാമിനെ പോലെ എനിക്ക് ഈ ഭൂമിയിൽ ഒരു വിശ്വാസ വീരനായി നിൽക്കണമെന്ന പേരിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവമക്കളെ? ഹല്ലേലൂയ. വിശ്വാസത്താൽ അതുവരെയും കാണാത്ത സംഗതികളെ കുറിച്ച് വിശ്വാസത്താൽ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പെട്ടകം പണിഞ്ഞുവെങ്കിൽ
എന്നെ നിങ്ങളെ കൊണ്ട് വിശ്വാസത്താൽ ചിലതൊക്കെ പണിയാൻ പറ്റും. എല്ലാവർക്കും മനസ്സിലാകുന്നോ? അല്ലല്ലോ? അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമുക്ക് പേർ തരുന്ന ദൈവമാ. സ്തോത്രം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് സ്തോത്രം ചെയ്തിട്ട് നിന്റെ ഇന്നത്തെ അവസ്ഥയെ നോക്കി അവിടെ ഒരു പേരിട്. നിന്നത്തെ അനുഭവത്തെ നോക്കി അവിടെ ഒരു പേരിട്. നിന്റെ രോഗത്തെ നോക്കി അവിടെ ഒരു പേരിട്. അല്ലല്ലോ? നിന്റെ കുടുംബ പത്രത്തെ നോക്കി അവിടെ ഒരു പേരിട്. നിന്റെ തലമുറയെ നോക്കി അവിടെ ഒരു പുതിയ പേരിട്. അല്ലല്ലോ? യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് പറയും, എന്റെ ദൈവം നമ്മുടെ പേര് മാറ്റുന്ന ദൈവമാ. ആത്മാവിൽ ഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സഭ എന്നത് ചുമ്മാതെ വന്ന് കൈയടിക്കാനുള്ള സ്ഥലമല്ല. ഇവിടെ ചില ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സ്ഥലമാ. നീ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ ആരാധന ദൈവം സ്വീകരിക്കും. നിന്റെ കാണിക്ക ദൈവം സ്വീകരിക്കും. നിനക്കുള്ളതിനെ ദൈവം സ്വീകരിക്കും. ഇതിന്റെ അവസ്ഥയെ ദൈവം മാറ്റൂ. ഇതുവരെയുള്ള നിന്റെ പേരിനെ ദൈവം മാറ്റൂ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു? അല്ലെങ്കിൽ എന്നും കരച്ചിലിന്റെ ഭവനമല്ല, എന്നും ദുഃഖത്തിന്റെ ഭവനമല്ല, എന്നും കണ്ണീരിന്റെ ഭവനമല്ല, എല്ലാ ദിവസവും നിരാശയുടെ ഭവനമല്ല, എല്ലാ ദിവസവും ബന്ധപ്പാടിന്റെ ഭവനമല്ല. എന്റെ ഭവനം ക്രിസ്തു യേശുവിന്റെ സൽപ്രവർത്തികൾക്കായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഭവനം. ദൈവം പേര് മാറ്റുന്നവനാ. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും ആമേൻ സ്തോത്രം, സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ഒരു പിതാവുണ്ട്. ഉണ്ടോ? ഉണ്ടോ? നമ്മുടെ കുടുംബത്തിന്റെ പേർ മാറ്റാൻ കാരണമായ ഒരു പിതാവുണ്ടെന്ന് പൗലോസിന് ദൈവമർമ്മമായി വെളിപ്പെടുത്തി കൊടുക്കുക. നമ്മുടെ പേര് മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും വിഷയം എനിക്കറിയത്തില്ല, നിങ്ങളുടെ വിഷയം നിങ്ങൾക്കറിയാം. പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇത് സല്ലല്ലോ ദൈവ വിടുതൽ നടക്കുന്ന സ്ഥലമാ. എൻ്റെ പേര് മാറാൻ പോകുക. എൻ്റെ പേര് മാറാൻ പോകുക. എൻ്റെ നിന്നെ ദൈവം ഉരുട്ടാൻ പോകുക. എൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുക. എൻ്റെ ലെവലിനെ ദൈവം മാറ്റാൻ പോകുക. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് എത്ര പേർ പറയും ഹല്ലേലൂയ? ഈ വചനം ഞാൻ ഏറ്റെടുക്കുന്ന കാരണം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും തന്ന പിതാവ് ഈ ലോകത്തിൽ നിനക്ക് തരുവാതിരുവിടുകയില്ല. വചനം പറയുന്നു സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും. എന്തുവാ? ഭൂമിയിലും നമുക്കൊരു പേർ ദൈവം തരും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. ഈ കുടുംബം ദൈവത്തെ അറിഞ്ഞത് നിമിത്തം ഇവർ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിന്റെ അയൽക്കാർ പറയാൻ, നിന്റെ നാട്ടുകാർ പറയാൻ, നിന്റെ വീട്ടുകാർ പറയാൻ, നിന്റെ ബന്ധുക്കാർ പറയാൻ കാരണമായ പിതാവിനെ നീ ആരാധിക്കുന്നു. മൂന്നാം സ്വർഗത്തോളം ഹല്ലേലൂയ ഉയർത്തപ്പെട്ട് മനുഷ്യരാൽ ഉച്ചരിക്കാൻ വയ്യാത്ത ഭാഷകളാൽ ദൈവത്തെ കണ്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവിക ദർശനങ്ങൾ വാങ്ങിയവൻ, കുറഞ്ഞ പക്ഷം 14 ലേഖനങ്ങൾ എഴുതിയ പൗലോസ് പറയുന്നു, ആ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുമടക്കുന്നു. എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് സാധിക്കും? എത്ര പേർക്ക് സാധിക്കും? ഹല്ലേലൂയ. നീ എവിടെ പോയാലും നിന്റെ പേരിനെ മാറ്റാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ അല്ലാതെ നിന്റെ പേര് മാറുന്ന മറ്റൊരിടമില്ല. ഹല്ലേലൂയ. 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 വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ചില കുടുംബങ്ങളുടെ പേരിനെ ഇന്ന് പകൽക്കാലം എന്റെ ദൈവം മാറ്റി എഴുതാൻ പോകുക. അബ്രഹാമിനോട് പറഞ്ഞ്, അബ്രഹാം നിന്റെ പേര് മാറ്റ്. സാറയോട് പറഞ്ഞു, സാറേ നിന്റെ പേര് മാറ്റ്. ഹല്ലേലൂയ. യാക്കോബിനോട് പറഞ്ഞു, യാക്കോബേ നിന്റെ പേര് മാറിയിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ പേരിനെ മാറ്റ്. ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് വിടുതൽ ഏറ്റെടുക്ക്. നിന്റെ വിശ്വാസ കണ്ണുകളാൽ നിന്റെ വിടുതൽ പ്രഖ്യാപിക്ക്. പേര് മാറട്ടെ, പേര് മാറട്ടെ, പേര് മാറട്ടെ, പേര് മാറട്ടെ. ലോകം നിന്നെ വിളിക്കുന്ന പേര് മാറട്ടെ. നാട്ടുകാർ നിന്നെ വിളിക്കുന്ന പേര് മാറട്ടെ. വീട്ടുകാർ നിന്നെ വിളിക്കുന്ന പേര് മാറട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അവൻ എന്ത് ചെയ്യാ? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു. ആമേൻ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? മുട്ടുകുത്തി പ്രാർത്ഥിക്കണം. ഈ മന്ദിരം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പണിയപ്പെട്ടുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മന്ദിരം പണിയണമെങ്കിൽ എന്ത് വേണം? ഇതിനകത്ത് യാഗങ്ങൾ നടക്കണം. യാഗങ്ങൾ നടക്കണം. അത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള യാഗമല്ല, ദൈവത്തിന് ഹിതപ്രകാരമുള്ള യാഗം.
പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ മനസ്സൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ആരാധനകൾ ദൈവത്തിന് പ്രസാദമുള്ള ആ യാഗമായി സമർപ്പിപ്പീൻ. അതെങ്ങനെയുള്ള യാഗമാ? നിങ്ങളുടെ ആരാധനകൾ ദൈവത്തിന് അല്ലെങ്കിൽ ജീവനുള്ള ആരാധന. ജീവനുള്ളതൊക്കെ ചലിക്കും. ഹല്ലേലൂയ. ജീവനുള്ളതിന്റെ ശബ്ദം കേട്ടാ അറിയാം, ജീവനുള്ളതിന്റെ ഇരിപ്പ് കണ്ടാ അറിയാം, ജീവനുള്ളതിന്റെ ഹല്ലേലൂയ ഉത്സാഹം കണ്ടാ അറിയാം. എന്ന് പകൽക്കാലം എത്ര പേർ പറയൂ, എന്റെ ദൈവത്തെ ആരാധിക്കാൻ ഞാൻ കടന്നു വരുമ്പോ എന്റെ ദൈവം എന്നെ പ്രസാദിക്കണമെങ്കിൽ ഞാൻ ദൈവത്തിന് ജീവനുള്ള ആരാധന കൊടുക്കണം. നിന്റെ ശബ്ദം തുറന്ന്, നിന്റെ കൈകൾ അടിച്ച്, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരം എന്നത് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ക്ഷീണം മാറട്ടെ, രോഗം മാറട്ടെ, തകർച്ച മാറട്ടെ, ദാരിദ്ര്യം മാറട്ടെ, ബുദ്ധിമുട്ട് മാറട്ടെ, ഞെരുക്കം മാറട്ടെ, പട്ടിണി മാറട്ടെ. എത്ര പേർ പറയും എന്റെ ആരാധന ദൈവത്തിന് അല്ലല്ല പ്രസാദമുള്ള ആരാധന ഞാൻ കഴിക്കും? മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നാം ആരും ഇതിനകത്ത് വരരുത്. ഹല്ലേലൂയ. എത്ര പേർ പറയും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ വരത്തില്ല, ഞാൻ വരുന്നത് എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാനാ? ഹല്ലേലൂയ. എത്ര പേർക്ക് അത് ഉറപ്പോടെ പറയാൻ കഴിയും, ധൈര്യത്തോടെ പറയാൻ കഴിയും, പ്രത്യാശയോടെ പറയാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ആമേ സ്തോത്രം. മുറ്റുകുത്തുന്നവന് ചില പ്രത്യേകതകളുണ്ട് ദൈവമക്കളെ. മുട്ടുകുത്തുന്നവന് പ്രത്യേകതകളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സത്യവേദ ഹല്ലേലൂയ. ദൈവവചനത്തില് അനേകർ മുട്ടുകുത്തിയവരുണ്ട്. ഹല്ലേലൂയ. ഞാൻ പഴയ നിയമത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയ നിയമത്തില് സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമ സഭ ആരംഭിക്കുമ്പോൾ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപ് അതിശക്തമായ 2 പ്രസംഗങ്ങൾ പ്രസംഗിച്ച 2 വ്യക്തികളാ. ഒന്ന് പത്രോസും ഇനി ഒന്ന് സ്തേഫാനോസും. ഹല്ലേലൂയ. ഓർക്കുന്നോ? ഹല്ലേലൂയ. പൗലോസ് സഭയ്ക്കകത്ത് ശുശ്രൂഷയ്ക്കായി രംഗപ്രവേശനം ചെയ്യുന്നതിന് മുൻപ് അബ്രഹാം തുടങ്ങി യേശുക്രിസ്തു വരെ ഒരേ അധ്യായമേ പ്രസംഗിച്ചോളെങ്കിലും സകലത നിരത്തി വെച്ച 2 അഭിഷക്ത പ്രവാചകന്മാരാ. ഒന്ന് പത്രോസും മറ്റൊന്ന് സ്തേഫാനോസും. അല്ലെങ്കിൽ അതിലൊരാളാ പത്രോസും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, സ്തേഫാനോസും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയും നിനക്ക് തന്നിരിക്കുന്ന അഭിഷേകമായിട്ട് കണക്ട് ചെയ്യരുത്. എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വ്യവസ്ഥ വിട്ടു പോകരുത്. ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ദൈവമക്കളെ, അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 8-ാം വചനം ഒന്ന് വായിച്ചാട്ട്. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ലിബർത്തീനീർ എന്ന് പേരുള്ള സ്തേഫാനോസിന്റെ ശുശ്രൂഷ സാധാരണമായ ശുശ്രൂഷയല്ല ആരംഭിച്ചത്, ജനത്തിന്റെ മധ്യത്തിൽ. അനന്തരം സ്തേഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇത് പുതിയ നിയമകാലത്ത് നടന്നതാകുന്നുവെങ്കിൽ ഈ കാലത്ത് നടക്കും. ആമേൻ. വിശ്വസിക്കുന്നോ? സഭ വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃപ ആവശ്യമാ, ശക്തിയും ആവശ്യമാ. സ്തോത്രം. ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോഴെന്താ ഹല്ലേലൂയ സ്തോത്രം, അവിടെ കൂടിയിരുന്ന മൂപ്പന്മാരും ജനവും ന്യായാധിപന്മാരും പരീശന്മാരും എല്ലാം കൂടെ ചേർന്ന് ഒരു പരദൂഷണം പറയാൻ തുടങ്ങി. അവന് എതിരായിട്ടൊരു കുറ്റാരോപണം കൊണ്ടുവന്ന്. എന്തുവാ? ഹല്ലേലൂയ, ഇവൻ പ്രസംഗിക്കുന്ന പ്രസംഗം ഉണ്ടല്ലോ, ഇത് ഹല്ലേലൂയ മോശയ്ക്കും ന്യായപ്രമാണത്തിനും വിരുദ്ധമായ കാര്യമായി ഇവൻ പ്രസംഗിക്കുന്നേ. നമ്മുടെ മധ്യത്തിൽ ഇവന് സ്ഥലമില്ല, ഇവനെ ഈ പട്ടണത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞിട്ട് 2 എടുത്ത് അവനെ കുറിച്ച് കുറ്റാരോപണങ്ങൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ നമ്മൾക്ക് ഹല്ലേലൂയ അടുത്ത ഒരു വചനത്തിലേക്ക് വരാം. സ്തോത്രം. 7:54 തുടങ്ങി 60 വരെ. ഇത് കേട്ടപ്പോൾ അവൻ കോപപരവശനായി അവന്റെ നേരെ പല്ല് കടിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സത്യം പറയുന്നവർക്ക്, ആമേൻ സ്തോത്രം, ദൈവനീതിയിൽ നിൽക്കുന്നവർക്ക്, ആമേൻ ദൈവ പ്രമാണത്തിൽ നിൽക്കുന്നവർക്ക് വേണ്ടി പല്ല് കടിക്കുന്ന ഒരു കൂട്ടമുണ്ടെന്ന് നമ്മൾ ഓർത്തോണം. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലേ, ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യമാ.
അല്ലല്ലോ പ്രമാണത്തിൽ നിൽക്കാൻ നീ ഏൽപ്പിച്ചു കൊടുത്താൽ സത്യാരാധന നിന്നിൽ കൂടെ വെളിപ്പെടുന്നു എന്ന് മനസ്സിലായാൽ, അല്ലല്ലോ നീ പറയുന്നത് സത്യമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ഇത് കേട്ടവൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ കേട്ടവർ അവരെല്ലാവരും കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. സ്തോത്രം. അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ വചനം എന്നാ പറയുന്നേ? അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ഹല്ലേലൂയ. പല്ല് കടിച്ചവരെയല്ല നോക്കിയത്, ദൂഷണം പറഞ്ഞവരെയല്ല നോക്കിയത്, കല്ലെറിയാൻ കല്ലെടുത്തവരെയല്ല നോക്കിയത്. സ്തോത്രം. ഹല്ലേലൂയ. കൃപയും ശക്തിയുമുള്ള ദൈവമക്കൾ, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്താൽ പണിയപ്പെടുന്നവർ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകൊത്തുന്നവർ എങ്ങനെയുള്ളവരാ? ഹല്ലേലൂയ. നിനക്ക് എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും എന്തെല്ലാം ദോഷങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് നോക്കുവാൻ ഒരിടമുണ്ട്. അതെവിടാ? നിന്റെ പിതാവിനെ നീ നോക്കണം. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കും? കർത്താവേ, ഏത് സമയത്തും നിന്നെ നോക്കുവാനുള്ള കൃപ, നിന്നെ നോക്കുവാനുള്ള ശക്തി യേശുവിന്റെ നാമത്തിൽ എന്നെ പകരണമെന്ന് എത്ര ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിന്ന് മടങ്ങിപ്പോകും. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നതും കണ്ടു. സ്തോത്രം. താഴോട്ട്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അവർ ഉറക്ക നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവന്റെ നേരെ പാഞ്ഞു ചെന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന് പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തേഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. മുട്ടുകുത്തുന്ന നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയും? പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്ന നിനക്ക് വേണ്ടി സ്വർഗം തുറക്കും. അടയപ്പെട്ട ഒരു സ്വർഗത്തിന്റെ മുൻപിൽ അല്ല നമ്മൾ ആയിരിക്കുന്നത്. തുറക്കപ്പെട്ട സ്വർഗത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നത് കാണുവാൻ എന്റെ ദൈവം നിന്റെ ആത്മ കണ്ണിനെ തുറക്കും. പുറം കണ്ണുകൊണ്ട് നോക്കുമ്പോ ഒരു പക്ഷെ പല്ല് കടിക്കുന്നവരെ ആയിരിക്കും കാണുന്നത്, ഒരു പക്ഷേ നല്ല നിന്ദിക്കുന്നവരെ ആയിരിക്കും കാണുന്നത്, ഒരു പക്ഷെ നിന്നെ അപമാനിക്കുന്നവരെ ആയിരിക്കാം കാണുന്നത്, അല്ലെങ്കിൽ ഹല്ലേലൂയ നിനക്കെതിരായി സംസാരിക്കുന്നവരെ ആയിരിക്കാം കാണുന്നത്, അല്ലെങ്കിൽ നിന്നെ കൊല്ലുവാൻ വേണ്ടി നിന്റെ വസ്ത്രം കാത്തുകൊണ്ടിരിക്കുന്ന ചിലരെ ആയിരിക്കാം പുറം കണ്ടുകൊണ്ട് കാണുന്നത്. എന്നാൽ നീ മുട്ടുകുത്തുമ്പോൾ എൻ്റെ ദൈവം നമ്മുടെ അകത്തെ കണ്ണിനെ തുറക്കും. അതുകൊണ്ട് പൗലോസ് 1-ാം അധ്യായത്തിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണമേ. നമ്മൾ ഇന്ന് വായിച്ച വചനം 2-ാമത്തെ പ്രാർത്ഥനയാ, പൗലോസിന്റെ 2-ാമത്തെ പ്രാർത്ഥനയാ. 1-ാമത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇവരുടെ ഹൃദയദൃഷ്ടി ഒന്ന് തുറക്കണം. എന്താ? സ്തോത്രം. മുട്ടുകുത്തുമ്പോൾ ഈ ലോകത്തിലുള്ളതല്ല കാണാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ വിശേഷമായതൊന്ന് കാണുവാൻ ദൈവം ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ മുഖം നോക്കിയ സ്തേഫാനോസിന്റെ മുഖം എന്താ, എങ്ങനായിരുന്നത്? അല്ലെങ്കിൽ വായിച്ച വചനത്തിൽ എന്തെങ്ങനെ കാണുന്നത് സ്തേഫാനോസിന്റെ മുഖം? ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവന്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഒന്നും കാണാതല്ല അവൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയത്. അവൻ ചിലതൊക്കെ അവന്റെ ഹല്ലേലൂയ പുറമേയുള്ള കണ്ണുകൊണ്ട് കണ്ടിട്ടാ സ്വർഗത്തിലെ ദൈവത്തിന്റെ മുഖത്തോട്ട് കണ്ണുയർത്തിയത്. അവൻ സ്വർഗത്തിലെ ദൈവത്തോട് നോക്കിയപ്പോ എന്താ? സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവമഹത്വം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നതും കണ്ടു. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ എന്തേ ആകട്ടെ, സാഹചര്യങ്ങൾ എന്താകട്ടെ, ദൈവമക്കളെ, നീ ഞാൻ മുട്ടുമടക്കിയാൽ നിനക്കും കാണാത്തക്കവണ്ണം വെളിപ്പെടുന്ന ഒരു സ്വർഗത്തിൽ ദൈവം ചില മഹത്വം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വവും ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് യേശുക്രിസ്തു നിൽക്കുന്നതും അവൻ കണ്ട്. അവൻ അകം കണ്ണ് തുറന്നപ്പോഴവൻ കല്ലല്ല കണ്ടേ, നിന്ദിക്കുന്ന ജനത്തെ അല്ല കണ്ടേ,
ദുഷിക്കുന്ന ജനത്തെ അല്ല കണ്ട്, പല്ല് കടിക്കുന്നവരെ അല്ല കണ്ട്, പിന്നെ എന്താ കണ്ട്? ദൈവത്തെയും ദൈവത്തിന്റെ മഹത്വത്തെയും കണ്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മുട്ടുകുത്തുന്ന നമ്മൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുവാൻ ഹല്ലേലൂയ തുറന്നിരിക്കുന്ന ഒരു സ്വർഗം എനിക്കും നിങ്ങൾക്ക് ഉണ്ടെന്ന് നമ്മൾ മറക്കരുത്. 3-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ വചനം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഹല്ലേലൂയ അനേക ദൈവിക മർമ്മങ്ങൾ പൗലോസ് നമുക്ക് വെളിപ്പെടുത്തുക. സ്തോത്രം. ഹല്ലേലൂയ. എനിക്കെല്ലാം പ്രസംഗിക്കാനുള്ള സമയമില്ല. നിങ്ങളവിടെ വായിച്ചു നോക്കിക്കേ, ഒരു 6-7 കൂട്ടം കാര്യങ്ങൾ പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുക. സ്തോത്രം. ഒന്ന് മാത്രം ഞാൻ പറഞ്ഞു, എന്തുവാ? അവൻ ഹല്ലേലൂയ സ്വർഗത്തിലും ഭൂമിയിലും പേര് വരുവാൻ കാരണമായ സകല കുടുംബങ്ങൾക്കും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി. സ്തോത്രം. മുട്ടുകുത്തിക്കോ? മുട്ടുകുത്താൻ ആരംഭിച്ചോ? സ്തോത്രം. മുട്ടുകുത്താൻ ആരംഭിച്ചോ? ഈ മാസത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണെന്നറിയാമോ? നമ്മളെ പ്രയോജനമില്ലാത്തവരാക്കി മാറ്റുന്നവനല്ല നമ്മുടെ ദൈവം, നമ്മെ പ്രയോജനമുള്ളവരാക്കി മാറ്റുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ. സ്തോത്രം. നോക്കിക്കേ, ഇന്ന് ഹല്ലേലൂയ സ്തെഫാനോസിന്റെ ജീവിതം അനേകർക്കൊരു സാക്ഷ്യമാ, അനേകർക്കൊരു മാതൃകയാ. സുവിശേഷ വിരോധികളുടെ മുൻപിൽ ഹല്ലേലൂയ ധൈര്യത്തോടെ ബലത്തോടെ നിൽക്കാൻ അഭിഷക്തന്മാർക്കൊരു ധൈര്യമാ. ഹല്ലേലൂയ. കാരണം എന്താ ദൈവമക്കളെ? പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് മുട്ടുകുത്തുവാൻ ഒരിടമുണ്ടെന്ന് പൗലോസ് നമുക്ക് വെളിപ്പെടുത്തി തരിക. മനസ്സിലായോ? മനസ്സിലായോ? ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൗലോസ് പറ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയോളം ആമേൻ. നമ്മൾ ഇതെല്ലാം വിടും. നമ്മൾ ഏതാ പിടിക്കുന്നത്? ഞാൻ ഉൾപ്പെടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തുവാ? ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി വ്യാപരിക്കുവാൻ നമ്മൾ കഴിയുന്ന ശക്തിയാൽ കഴിയും. നമ്മൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ അറിയണം, ഇതിൻ്റെ തത്വം അറിയണം. തത്വം അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോഴാ വിടുതൽ നടക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നീ മുട്ടുകുത്തുന്നോ? ഹല്ലേലൂയ വിടുതൽ ഉണ്ട്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നിനക്ക് മറിഞ്ഞ് വിടുതൽ പോകത്തില്ല. സ്തോത്രം. നീ ദൈവമുഖം നോക്കുന്ന വ്യക്തിയാണോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ചെവി കൊടുത്തിരിക്കും. ഹല്ലേലൂയ. അതിന്റെ താഴോട്ടുള്ള വചനങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്ക്. ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർ പറയും ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ഹല്ലേലൂയ ശക്തിയുള്ള ഒരു പിതാവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഹന്ന ഒരു പുത്രന് വേണ്ടി പ്രാർത്ഥിച്ചു, എന്നാൽ ദൈവം 6 മക്കളെ പിന്നെ കൊടുത്ത് അവളെ ദൈവം അനുഗ്രഹിച്ചു. എത്ര പേർ പറയും ഹല്ലേലൂയ നിനക്കൊരു അഭിവൃദ്ധി, നിനക്കൊരു വളർച്ച, നിനക്കൊരു ഉദ്ധാരം, ഹല്ലേലൂയ നിനക്കൊരു സൗഖ്യം ഇന്ന് കാണുന്ന ലെവലല്ല, അതിനേക്കാൾ അധികമായി തരുവാൻ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയാവോ? ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? സൺഡേ ഒരു ദിവസം മുഴങ്കാൽ മടക്കുന്നവരല്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നീ എപ്പോഴും ദൈവത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ലോകത്തിന്റെ മുൻപിൽ മുഴങ്കാൽ മടക്കാൻ ദൈവം വിടത്തില്ല. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? നീ ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തുന്ന വ്യക്തിയാണെങ്കിൽ നീ മനുഷ്യന്റെ മുൻപിൽ മുട്ടുകുത്താൻ ദൈവം വിടത്തില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ, ഈ വചനത്തിന്റെ മുൻപിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. നിങ്ങൾ ഭവനങ്ങളിൽ പോയി പിന്നെയും ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്ക്. ദൈവം ചില വിടുതൽ ചെയ്യും. നമ്മുടെ രേഖകളെ തിരുത്തി എഴുതും. രാജാവിന്റെ പൊൻചെങ്കോൽ ഈ വർഷം ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം നീട്ടും. ദൈവത്തിന്റെ കൃപ ലഭിക്കും, ദൈവത്തിന്റെ ദയ ലഭിക്കും, ദൈവം നിന്റെ പക്ഷം ചേരും. എന്റെ മകളെ, നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്ന വർഷമായി, മാസമായി ദൈവം ഈ ഇതിനകത്തിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങൾ ചെയ്യട്ടെ. എത്ര പേർ വിശ്വസിക്കുന്നു ഈ വർഷം ദൈവം അതെനിക്ക് ചെയ്യും? എൻ്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യും, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ചെയ്യും, എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യും, ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് ഉറപ്പും ധൈര്യമുള്ള ദൈവമക്കൾ കൈകളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ.